ഈ ഒരു വീഡിയോ കണ്ടോ നിങ്ങൾ? ഈ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയത് ഈ ഒരു ഫോട്ടോത്തിൽ നിന്നാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വലിയ എഡിറ്റിംഗ് സ്കില്ലോ അറിവോ ഒന്നിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ടോ, ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ആനിമേറ്റ് ചെയ്യിക്കാൻ പറ്റും. 5 സെക്കൻഡ് വരെയുള്ള വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതും ക്ലിയർ ഇല്ലാത്ത വീഡിയോ ഒന്നുമല്ല, നല്ല ഹൈ ക്വാളിറ്റി 4K ക്വാളിറ്റിയിൽ വരെ നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതും തികച്ചും ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ കിട്ടുക. അപ്പോൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി ഇതുപോലെ വീഡിയോ കിട്ടാൻ വേണ്ടി നിങ്ങൾ പേര് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെ നിങ്ങൾക്ക് തയ്യാറാക്കാന്നുള്ളത്, ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് മെറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ആണ്, മെറ്റ AI എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മെറ്റ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ നേരെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇതുപോലെ മെറ്റ AI എന്ന് ടൈപ്പ് ചെയ്യുക. മെറ്റ AI. അപ്പോൾ മെറ്റ AI എന്ന് ടൈപ്പ് ചെയ്തതാ, ഇതാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അപ്പോൾ ഈ ഒരു മെറ്റ ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറേ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ആനിമേറ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു റൗണ്ട് കണ്ടോ നിങ്ങൾ, മെറ്റേൻ്റെ സിമ്പിൾ. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ആനിമേറ്റ് മൈ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതെടുത്തിട്ട് നിങ്ങളുടെ ഗാലറിയിലേക്ക് പോവുക. ഗാലറിയിൽ പോയിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിത് കടുവയായിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഫോട്ടോ എടുത്ത് എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തത് ഇപ്പോൾ സെൻഡ് ആയിട്ടുണ്ട്. ഇത് പ്രോസസ്സിലാണ് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് ഇവിടെ പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ പ്രോസസ്സായിട്ട് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ വീഡിയോ പ്രോസസ്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടല്ലോ. ഇനി ഇതെങ്ങനെ സേവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോന്റെ മുകളിൽ ഒരു 3 ഡോട്ട് കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ആവുന്നതായിരിക്കും. വളരെ സിമ്പിളാണ്. ഒരു സ്കില്ലും ഒരു കാര്യവും നിങ്ങൾക്ക് വേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ആ ഫോട്ടോ കണ്ടോ, ആ ഫോട്ടോയിലെ ഒരു സാധനം മാറിയില്ല, എല്ലാം അതേപോലെ തന്നെ ഉണ്ട്. കണ്ടോ, അത്രയും പെർഫെക്റ്റ് ആയിട്ടും നല്ല പിക്ചർ ക്വാളിറ്റിയിലും നല്ല ക്ലാരിറ്റിയിലൂടെയാണ് ഈ ഒരു വീഡിയോ എനിക്ക് കിട്ടിയത്. അപ്പോൾ മനസ്സിലായാലും സിമ്പിളാണ്. ഒന്ന് ചെയ്ത് നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും.